അങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം യൂണിറ്റ് പ്രാർത്ഥനകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ പ്രാർത്ഥന ഇന്നലെയായിരുന്നേ. അപ്പം തുടങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും ബബിക്കുട്ടനും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അല്ലെങ്കിൽ തികയില്ല കേട്ടോ, കാരണം ഞങ്ങളുടെ യൂണിറ്റിൽ എല്ലാവരും പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മിക്കവാറും സീറ്റ് തികയാറില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെ എനിക്ക് വചനമൊക്കെ വായിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആരംഭിച്ച് കൊന്തയൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സ്വാഗതവും ഇങ്ങനത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ, സ്വാഗതം പറയണ്ടായിരുന്നു അവിടെ. പിന്നെ അതിന് ശേഷം അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വാർഷികം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അന്ന് ഞങ്ങളുടെ ഫുഡ് ഇതായിരുന്നു കേട്ടോ, യൂണിറ്റ് പ്രാർത്ഥനയുടെ ഫുഡ് ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ എല്ലാം കഴിഞ്ഞ് മീറ്റിങ്ങും സകല ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മാതാവിനെ ഒന്ന് മുത്തിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടല്ലോ, അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോണേല്ലേ. അപ്പോൾ ഞാനങ്ങനെ വേഗം ചെന്ന് മാതാവിൻ്റെ മുത്തി നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി തിരികെ കത്തിച്ച് നമ്മൾ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ അടുത്തൊരു മാസക്കാലം ആ വീട്ടിലായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി പ്രാർത്ഥനയൊക്കെ പാട്ടൊക്കെ പാടി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.